പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമൊക്കെ ഓഫീസിലോട്ട് പോകാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്തായാലും ഞാനും ഓഫീസിലോട്ട് വരുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങൾ നടക്കത്തതും ഇല്ല. എന്നെക്കൊണ്ടാണെങ്കിൽ പിന്നെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചുമ്മാ ഉടക്കം കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ആ പടങ്ങളൊന്നും വരയ്ക്കാനുള്ള ഒരു മൂഡും ഒന്നും എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ഇരുന്നത്, അപ്പം നീയായിട്ട് തന്നെ എന്തായാലും ഓഫീസിലോട്ട് വരാൻ വേണ്ടി തീരുമാനം എടുത്തല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഓഫീസിലാകുമ്പോഴത്തേക്ക് നിനക്ക് എന്തായാലും വയ്യായിക കാര്യങ്ങളോ വരുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരുമിച്ച് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദർശം നേനയും കൂടെ ആണെങ്കിൽ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് അവരാണെങ്കിൽ ഓഫീസിലോട്ടൊക്കെ പോകാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ ദേവേനെ ചോദിക്കുന്നുണ്ട്, മോള് ഇന്ന് ഓഫീസിൽ പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ നയന പറയുന്നുണ്ട്, അതേ അമ്മ ഞാനും പോകുന്നുണ്ട്. കാര്യം വെച്ചാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും വരയ്ക്കാനോ വെക്കാനുള്ള ഒരു മൂഡോ മാനസികാവസ്ഥയോ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. അവിടെ ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നയന പറയുന്നുണ്ട്, കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അമ്മ, അപ്പോൾ എന്തായാലും അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള പടങ്ങളും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുത്താലേ നമുക്ക് അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, അപ്പോൾ മോളൊരു കാര്യം ചെയ്യും, മോള് നല്ല രീതിയിൽ സൂക്ഷിക്കുകയും ഒക്കെ വേണം. ഓഫീസിൽ പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി നടക്കാനോ വയ്ക്കാനോ ഒന്നും നിൽക്കരുത്. നല്ല രീതിയിലൊക്കെ സൂക്ഷിച്ച് വേണം ഓഫീസിൽ ഇരിക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേവേനി പറയുന്നുണ്ട്, എന്തായാലും മോളെടുത്ത തീരുമാനം എന്തായാലും നല്ലതാണ്, എന്തായാലും മോൾക്ക് കുറച്ച് സമാധാനമൊക്കെ കിട്ടുമല്ലോ, എന്തായാലും മോള് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശം നയനയാണെങ്കിൽ അവിടുന്ന് ഓഫീസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നവ്യയാണെങ്കിലും ജലജയാണെങ്കിലും അഭിയാണെങ്കിലും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അഭിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട്, ഓഹോ നീ ഇനിയിപ്പം ഡിസൈനൊക്കെ വരച്ച് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാവാനൊക്കെ നീ നോക്കുമല്ലേ, അപ്പോൾ എന്തായാലും നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല, നിനക്കുള്ള പണി ഞാൻ തരുമെന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ ചേച്ചിയെ കൊണ്ട് തന്നെ നിനക്കുള്ള പണി ഞാൻ തന്നിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ അബി. എന്നിട്ട് അബി ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളെയും കാട്ടി എന്തായാലും ഉയർച്ചയിൽ നിന്നെ എത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ അബി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അബിയാണെങ്കിൽ നവ്യ എടുത്ത് പറയുന്നുണ്ട്, നീ ഇതൊക്കെ കാണുന്നില്ലേ, നിൻ്റെ അനിയത്തി എന്തൊക്കെ വരച്ചിട്ട് ഇനി നല്ല രീതിയിൽ ഇനി അവൾ അവാർഡൊക്കെ അവൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവളെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, അവൾ അഹങ്കാരത്തിന് പിന്നെ ഒരു കണക്കും കാണത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നവ്യ പറയുകയും ചെയ്യുന്നുണ്ട്, എൻ്റെ അനിയത്തിയായിട്ട് പറയുമല്ലോ, അവൾക്കാണെങ്കിൽ ഇപ്പോൾ അഹങ്കാരത്തിന് കുറച്ച് കൂടുതലുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ നിന്നെ അവൾ ജയിലിൽ തന്നെ കയറ്റാൻ വേണ്ടിയൊക്കെ അവൾ കൂട്ട് നിന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, മുമ്പൊക്കെ ആണെങ്കിൽ അവളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പറയുന്നിടത്ത് മറുപടിയൊക്കെ പറയും, പക്ഷേ ഇപ്പം ഞാനൊന്നും പറയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മൾ അഭി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവളുടെ അടുത്തൊരു പ്രതികാരം തീർക്കാൻ വേണ്ടി നിനക്കൊരു നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അഭിയാണെങ്കിൽ നവ്യയെ കൊണ്ട് തന്നെ നയനയ്ക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ അഭിയും നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അഭിയുടെ വലയിലാണെങ്കിൽ നമ്മൾ നവ്യ വീഴുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, എടാ ഞാൻ അവളെ തോൽപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പരിപാടി ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അവൾ നോക്കിയതാണ്, അതുകൊണ്ട് ഇനി ഞാൻ അവളുടെ അടുത്ത് സ്നേഹത്തിന് ഒന്നിനും നിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, എന്തായാലും അവൾ വരയ്ക്കുന്ന ഡിസൈൻ ആണെങ്കിൽ 2-3 ദിവസത്തിനകത്ത് അവൾ എന്തായാലും ഇവിടെ കൊണ്ടുവരും, ഇവിടെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി കൊണ്ടുവരും. ആ സമയത്താണെങ്കിലും ഒന്നെങ്കിൽ നമുക്കത് അടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുകയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കിട്ടാത്തത് എന്തായാലും അവളെ കൊണ്ട് അനന്തപുരിക്കാർക്കും അത് കിട്ടണ്ട എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അഭിയും നവ്യയും പറയും. ആ സമയത്താണെങ്കിലും നവ്യ പറയുന്നുണ്ട്, അത് തന്നെ എൻ്റെയും തീരുമാനം, എന്തായാലും നമ്മളെ കാര്യത്തിൽ ഇവിടെ ആണെങ്കിൽ ആരും ഒരു അലുവോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല, അപ്പോൾ പിന്നെ അവരുടെ കാര്യത്തിനും നമ്മളൊരു അലുവും കാണിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നയനാണെങ്കിൽ ആ പടമൊക്കെ വരച്ചൊക്കെ തീർന്നിട്ടാണെങ്കിലും നമ്മൾ ദേവയാനിയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി കണ്ടിട്ട് നല്ല രസമുണ്ട് മോളെ, ഇതൊരിക്കലും കണ്ടിട്ടില്ലാത്തൊരു പടമാണ്, എന്തായാലും ഇതിൽ മോൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നത് നമ്മളെ ജലജയ്ക്കും അഭിക്കും ഒന്നും അങ്ങോട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്തായാലും നമ്മൾ നയനയാണെങ്കിൽ ബുദ്ധിപൂർവ്വമാണ് നയനെ കളിച്ചിരിക്കുന്നത്. നയന എന്തായാലും വരച്ച ഒറിജിനൽ പടമല്ല അവിടെ കൊണ്ടുവന്നത്, നയന അത് കോപ്പി എടുത്തിട്ടാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പം ഒറിജിനലായിട്ട് കാണിക്കുന്ന രീതിയിലുള്ളൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് നയന അവിടെ കൊണ്ടുവന്നത്. നയനയ്ക്ക് എന്തായാലും അറിയാം അതെന്തായാലും അവിടെ ഒറിജിനൽ കൊണ്ടുവന്നത് എന്തെങ്കിലും അഭിയും ജലജയൊക്കെ എന്തെങ്കിലും അതിനകത്ത് ചെയ്യുമെന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ നയനയാണെങ്കിൽ അത് കോപ്പിയായിട്ട് കൊണ്ടുവന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പോലെയാണ് തോന്നുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് നയന അത്രയ്ക്കും ധൈര്യത്തിലൂടെ അവിടെ കൊണ്ടുവന്നത്. അങ്ങനെ ആ വണ്ടന്മാർക്കാണെങ്കിൽ അത് പിന്നെ തോന്നാതെ അവരാണെങ്കിൽ ആ കോപ്പിയൊക്കെ അവിടെ നിന്ന് നയന ഇല്ലാത്ത സമയത്താണെങ്കിൽ ആ കോപ്പി അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ കോമ്പറ്റീഷൻ്റെ ദിവസം വന്ന സമയത്താണെങ്കിലും നമ്മൾ നയനയാണെങ്കിൽ പിന്നെ വരച്ച
പടം പോയി അലമാരയിൽ പോയി നോക്കുന്ന സമയത്താണെങ്കിൽ ആ ഫോട്ടോ അവിടെ ഇല്ല കേട്ടോ. അപ്പോഴത്തേക്ക് നയനയാണെങ്കിൽ നേരെ വന്ന് ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആദർശേട്ടാ ഇതെനക്ക് ഞാൻ കൊണ്ടുവച്ച ആ ഫോട്ടോ അവിടെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, എന്തായാലും ഇതെനിക്ക് മുമ്പേ അറിയാവുന്നത് കൊണ്ട് ആദർശേട്ടാ ഞാൻ എന്തായാലും വരച്ച ഫോട്ടോ ഇവിടെ ഞാൻ കൊണ്ടുവരാഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദർശിൻ്റെ അടുത്ത് നയന പറയുന്നുണ്ട്, മുമ്പാണെങ്കിൽ ഞാൻ വരച്ച പടം നശിപ്പിക്കാൻ നോക്കിയത് അനാമികയാണ്, പക്ഷേ ഇപ്പോഴത്തേക്ക് ഞാൻ വരച്ച പടം നശിപ്പിക്കാൻ വേണ്ടി എടുത്ത എൻ്റെ ചേച്ചി തന്നെയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ വരച്ച ഒറിജിനൽ ഫോട്ടോ ഞാൻ ഇവിടെ കൊണ്ടുവരാഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയന പറയുന്നുണ്ട്, ആദർശമായിട്ട് എന്തായാലും നമുക്കൊന്ന് കുറച്ച് അഭിനയിക്കാം, നമുക്ക് സങ്കടം ഉള്ളത് കണക്ക് നമുക്ക് അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശൻ നയനയാണെങ്കിൽ താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ്റെ അടുത്തും നമ്മൾ ദേവയാനിയുടെ അടുത്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നയനയും ആദർശം ഒറിജിനൽ ഫോട്ടോ അവരുടെ കയ്യിലുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കൊണ്ട് വെച്ചത് ഫോട്ടോ കോപ്പി ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ നയന ആദർശം മുത്തശ്ശൻ്റെ അടുത്തും നമ്മൾ ദേവയാനിയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ജലജയ്ക്കാണെങ്കിലും അഭിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതുവരെ കയ്യിൽ കിട്ടിയില്ലല്ലോ, അപ്പോൾ ഇവർക്ക് എന്തായാലും ഇനി നയനയ്ക്കാണെങ്കിലും ഫസ്റ്റ് ഒന്നും കിട്ടാനും പോകുന്നില്ല എന്നുള്ള സന്തോഷത്തിലാണെങ്കിൽ ഇവരിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശം നയനയാണെങ്കിലും ഓഫീസിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അവർ ഭയങ്കര സന്തോഷത്തോടെയൊക്കെ ഓഫീസിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ ആ ഫോട്ടോ എന്തായാലും അവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നയനയ്ക്കാണെങ്കിൽ ഫസ്റ്റ് കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അനന്തപുരക്കാർക്കാണെങ്കിൽ ഇതുവരെയ്ക്കും കിട്ടാത്തൊരു സൗഭാഗ്യം അവർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ള ഓർഡറുകളും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയനയും ആദർശിനെയൊക്കെ കുറിച്ചാണെങ്കിൽ പോലും നല്ല രീതിയിലാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനന്തപുരിക്കാർക്ക് ഭയങ്കര സൗഭാഗ്യം കിട്ടിയെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ നവ്യയാണെങ്കിലും ജലജയാണെങ്കിലും ആകെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. എന്തായാലും ഈ ഫോട്ടോ നമ്മൾ അടിച്ച് മാറ്റിയിട്ടും ഇതെങ്ങനെ സാധിച്ചെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അവർ പറയുന്നുണ്ട്, എന്തായാലും ഒരു ദിവസം കൊണ്ട് എന്തായാലും ഇവളെ കൊണ്ട് ഇത് വരയ്ക്കാനൊന്നും പറ്റത്തില്ല, അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ആകെ ഒരു കൺഫ്യൂഷനായിട്ടൊക്കെ നിൽക്കുകയാണ് നമ്മളെ ജലജയും അതേപോലെ നമ്മളെ നവ്യയൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് ഹൈപ്പും ചെയ്യണേ.